ICC പുരുഷ T20 ലോകകപ്പ് 2026 ഇന്ത്യ സെമിഫൈനലിൽ ഇന്ത്യ കടന്നു. 2026 മാർച്ച് 1 കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ച് നടന്ന നിർണായകമായ ഒരു സൂപ്പർ 8 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ ഈ മുന്നേറ്റം. ഒരു വെർച്വൽ ക്വാർട്ടർ ഫൈനൽ പോലെയായിരുന്ന ഈ മത്സരത്തിൽ 4 ബോളുകൾ ബാക്കി നിൽക്കെ 196 റൺസ് എന്ന വെല്ലുവിളി നിറഞ്ഞ ലക്ഷ്യം വിജയകരമായി പിന്തുടർന്ന് ഇന്ത്യ ടൂർണമെന്റിന്റെ നോക്കൌട്ട് ഘട്ടത്തിലേക്കുള്ള തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. വെറും 50 ബോളിൽ നിന്ന് പുറത്താകാതെ 97 റൺസ് അടിച്ചുകൂട്ടി സഞ്ജു സാംസൺ ഇന്ത്യയുടെ റൺവേട്ടയ്ക്ക് ചുക്കാൻ പിടിച്ചു. ഈ മികച്ച പ്രകടനത്തിലൂടെ അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരവും സ്വന്തമാക്കി. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് എന്ന് ഭേദപ്പെട്ട സ്കോർ നേടി. റോസ്റ്റൺ ചേസിന്റെയും ജേസൺ ഹോൾഡറുടെയും മികച്ച പ്രകടനങ്ങളാണ് അവർക്ക് കരുത്തായത്. ഇരു രാജ്യങ്ങൾക്കും ഏറെ നിർണായകമായിരുന്നു ഈ മത്സരം, കാരണം വിജയിക്കുന്നവർക്ക് സെമിഫൈനലിൽ സ്ഥാനം ഉറപ്പായിരുന്നു. ഇന്ത്യയുടെ ഈ വിജയം ഇംഗ്ലണ്ടിനെതിരായ ഒരു ആവേശകരമായ സെമിഫൈനൽ പോരാട്ടത്തിന് വഴിയൊരുക്കി. മാർച്ച് 5 മുംബൈയിൽ വെച്ചാണ് ഈ മത്സരം നടക്കുന്നത്. ബാറ്റിനും ബോളിനും ഒരുപോലെ സാധ്യതകൾ നൽകുന്ന ഈഡൻ ഗാർഡൻസിലെ പിച്ച് ഈ ആവേശകരമായ സൂപ്പർ 8 പോരാട്ടത്തിന് അനുയോജ്യമായ ഒരു വേദിയൊരുക്കി. പേസർമാർക്കും സ്പിന്നർമാർക്കും ഒരുപോലെ പിന്തുണ ലഭിച്ച ഒരു പിച്ചായിരുന്നു ഇത്. പിച്ചിന്റെ ആദ്യ വിലയിരുത്തലനുസരിച്ച് ഇതൊരു മികച്ച ബാറ്റിംഗ് പിച്ചായിരിക്കുമെന്നായിരുന്നു ധാരണ. എന്നാൽ പിച്ച് പഴകുന്തോറും ബോളർമാർക്കും ചില സാധ്യതകൾ നൽകുമെന്നും വിലയിരുത്തിയിരുന്നു. ചരിത്രപരമായി നോക്കുമ്പോൾ ഈഡൻ ഗാർഡൻസിൽ ചേസ് ചെയ്ത് വിജയിക്കുന്ന ടീമുകളാണ് കൂടുതൽ. പക്ഷേ ഈ T20 ലോകകപ്പിൽ ആദ്യം ബാറ്റ് ചെയ്ത് വലിയ സ്കോർ നേടുന്ന ടീമുകളാണ് ഇവിടെ ജയിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയുടെ ഈ റൺവേട്ട ഏറെ ശ്രദ്ധേയമാണ്. ഈ നാടകീയമായ അന്ത്യം T20 ക്രിക്കറ്റിന്റെ പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവവും ഒരു ലോകകപ്പ് നോക്കൌട്ട് മത്സരത്തിലെ തീവ്രമായ സമ്മർദ്ദവും ഒന്നുകൂടി തെളിയിക്കുന്നു. വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്നിംഗ്സ് തുടങ്ങിയത് റോസ്റ്റൺ ചേസും ഷായ് ഹോപ്പുമടങ്ങുന്ന പുതിയൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടോടെയാണ്. T20 ഓപ്പണറായി അരങ്ങേറ്റം കുറിച്ച ചേസ് തുടക്കത്തിൽ സൂക്ഷിച്ചു കളിച്ചെങ്കിലും പിന്നീട് കത്തിക്കേറുകയായിരുന്നു. അർഷ്ദീപ് സിംഗിനെതിരെ 2 ബൗണ്ടറികളും ജസ്പ്രീത് ബുംറയെ സ്കോപ്പ് ചെയ്ത് ഒരു ഫോറും പറത്തി. ഷായ് ഹോപ്പ് 32 റൺസ് നേടിയതിനുശേഷം 9ാം ഓവറിൽ വരുൺ ചക്രവർത്തി ഹോപ്പിന്റെ കുറ്റി തെറിപ്പിച്ച് ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകി. വെസ്റ്റ് ഇൻഡീസിന്റെ ബാറ്റിംഗ് നിരയ്ക്ക് നല്ല ആഴമുണ്ടായിരുന്നു. ഒരു ഇടവേളയിൽ 1 പതറിയെങ്കിലും ഒടുവിൽ 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസ് നേടാനായി. റോവ്മാൻ പവലും ജേസൺ ഹോൾഡറും അവസാന ഓവറുകളിൽ ഒരു തകർപ്പൻ മുന്നേറ്റം നടത്തി. 35 പന്തിൽ നിന്ന് 76 റൺസിന്റെ ഒരു അപരാജിത കൂട്ടുകെട്ടും അവർ കെട്ടിപ്പടുത്തു. പവൽ 19 പന്തിൽ 34 റൺസെടുത്ത് പുറത്താകാതെ നിന്നു. ഹോൾഡർ 22 പന്തിൽ 37 റൺസുമായി പുറത്താകാതെ നിന്നതോടെ വെസ്റ്റ് ഇൻഡീസിന് ഒരു മികച്ച ടോട്ടൽ സമ്മാനിക്കാനായി. ഇന്ത്യക്കായി ഏറ്റവും മികച്ച ബൌളിംഗ് കാഴ്ചവെച്ചത് ജസ്പ്രീത് ബുംറയായിരുന്നു. 36 റൺസ് വഴങ്ങി 2 വിക്കറ്റെടുത്തു. ചക്രവർത്തി ഒരു നിർണായക വിക്കറ്റും വീഴ്ത്തി. പക്ഷേ ഇന്ത്യയുടെ ഫീൽഡിംഗ് അത്ര മികച്ചതായിരുന്നില്ല, മെച്ചപ്പെടാനുണ്ട് എന്ന് തന്നെ പറയാം. ടൂർണമെന്റിലുടനീളം 13 ക്യാച്ചുകളാണ് അവർ കളഞ്ഞുകുളിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സൂപ്പർ 8 ടീമുകളിൽ ഏറ്റവും കുറഞ്ഞ 71.1% മാത്രമാണ് അവരുടെ ക്യാച്ചിംഗ് എഫിഷ്യൻസി. ഇംഗ്ലണ്ടിനെതിരെയുള്ള സെമി ഫൈനൽ പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ ഈ കാര്യത്തിൽ അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടിവരും. ഈ ടൂർണമെന്റിൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകളെ കൂടുതലായി പിന്തുണച്ച ഈഡൻ ഗാർഡൻസിലെ പിച്ച് ഈ മത്സരത്തിൽ ഒരു മികച്ച ചേസ് വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചു. പിച്ചിന്റെ ഈ ഇരട്ട സ്വഭാവം ഇത് കാണിക്കുന്നു. 196 റൺസ് പിന്തുടർന്ന് ഇന്ത്യയുടെ ഇന്നിംഗ്സിൽ സഞ്ജു സാംസൺ തുടക്കത്തിലെ തന്റെ ആക്രമണോത്സുകമായ ശൈലി പ്രകടിപ്പിച്ചു. 3ാം ഓവറിൽ അഖിൽ ഹുസൈനെതിരെ ഒരു ഫോറും 2 സിക്സും സഹിതം 17 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. തുടക്കം നന്നായിരുന്നെങ്കിലും പുൾ ഷോട്ട് പിഴച്ച അഭിഷേക് ശർമ്മയെ പുറത്താക്കി ഹുസൈൻ തിരിച്ചടിച്ചു. ഇഷാൻ കിഷനും സമാനമായ രീതിയിൽ ജേസൺ ഹോൾഡറിന് മുന്നിൽ വീണു. ഇത് ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കി. എന്നാൽ ഇന്ത്യൻ T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൽ സഞ്ജുവിന് ഒരു നിർണായക കൂട്ടാളിയെ ലഭിച്ചു. ഇരുവരും ചേർന്ന് 58 റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കി ഇന്നിംഗ്സിനെ ട്രാക്കിലാക്കി. അങ്ങനെ പകുതി ഓവറുകൾ പൂർത്തിയായപ്പോൾ ഇന്ത്യ 98 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലെത്തി. അവസാന 10 ഓവറിൽ കൃത്യം 98 റൺസ് കൂടി വേണമായിരുന്നു. വെസ്റ്റ് ഇൻഡീസ് ബൌളർമാർ, പ്രത്യേകിച്ചും ഷമാർ ജോസഫും റോസ്റ്റൺ ചേസും മധ്യ ഓവറുകളിൽ ബൌളിംഗ് മുറുക്കി. 2 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങിയ അവർ മത്സരത്തിന്റെ ഗതി താൽക്കാലികമായി അവർക്ക് അനുകൂലമാക്കി. ജോസഫ് സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയത് ഇന്ത്യയുടെ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. എന്നാൽ തിലക് വർമ്മ സഞ്ജുവിനൊപ്പം ചേർന്ന് 15 പന്തിൽ നിന്ന് മിന്നൽ വേഗത്തിൽ 27 റൺസ് നേടി. 15ാം ഓവറിൽ പുറത്താകും മുൻപ് വർദ്ധിച്ചുവന്ന സമ്മർദ്ദത്തിന് ഒരേവ് വരുത്തി. സഞ്ജുവിന്റെ അവിശ്വസനീയമായ ഫിനിഷിന് കളമൊരുക്കിയത് ഈ കൂട്ടുകെട്ടായിരുന്നു. സമ്മർദ്ദത്തിനിടയിലും ഉയർന്ന സ്കോറിംഗ് നിരക്ക് നിലനിർത്താനും മത്സരത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഗതിക്കനുസരിച്ച് കളിക്കാനും ഇന്ത്യക്ക് കഴിയുമെന്ന് ഈ പ്രകടനം കാണിച്ചുതരുന്നു. ഈ മധ്യ ഓവറുകളിൽ ബാറ്റ്സ്മാൻമാരുടെയും ബൌളർമാരുടെയും ഭാഗത്തുനിന്നുണ്ടായ തന്ത്രപരമായ തീരുമാനങ്ങൾ കളിയുടെ ഫലം നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 48 പന്തിൽ 92 റൺസ്, ഓവറിൽ 11.50 എന്ന വെല്ലുവിളി നിറഞ്ഞ റൺറേറ്റ്. ഈയൊരു നിർണായക ഘട്ടത്തിൽ സഞ്ജു സാംസന്റെ ഇന്നിംഗ്സാണ് കളി മാറ്റിമറിച്ചത്. ഓരോ ബോളും ശ്രദ്ധിച്ചു കളിച്ച സഞ്ജു റിസ്കുകൾ എടുക്കാതെ ബൗണ്ടറികൾ കണ്ടെത്തി. അതോടെ കളി പതിയെ വെസ്റ്റ് ഇൻഡീസിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യയുടെ വരുതിയിലായി. ഹാർദിക് പാണ്ഡ്യയോടും പിന്നീട് ശിവം ദൂബെയോടും ചേർന്ന് സഞ്ജു ചില നിർണായക കൂട്ടുകെട്ടുകളുണ്ടാക്കി. അത് ഇന്ത്യയെ വിജയലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. അവസാന ഓവറുകളിൽ 30 പന്തിൽ 50 റൺസ് വേണ്ടപ്പോൾ സഞ്ജുവും പാണ്ഡ്യയും ചേർന്നുള്ള ബാറ്റിംഗ് ഇന്ത്യയെ വിജയത്തിലേക്ക് അടുപ്പിച്ചു. ഹാർദിക് പാണ്ഡ്യ 14 പന്തിൽ 17 റൺസ് നേടി മികച്ച പിന്തുണ നൽകി. പക്ഷേ 19ാം ഓവറിൽ ജേസൺ ഹോൾഡറുടെ പന്തിൽ ഹാർദിക് പുറത്തായി. എന്നാൽ ക്രീസിലെത്തിയ ശിവം ദൂബെ തന്റെ ആദ്യ പന്തിൽ തന്നെ ഒരു നിർണായക ബൗണ്ടറി നേടി. അതോടെ അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വെറും 7 റൺസ് മാത്രം മതിയായിരുന്നു. T20 ലോകകപ്പിൽ ചേസിംഗ് ചെയ്യുമ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലി നേടിയ ഏറ്റവും വലിയ വ്യക്തിഗത സ്കോർ സഞ്ജു അപ്പോഴേക്കും മറികടന്നിരുന്നു. അതിഗംഭീരമായ ഒരു ഫിനിഷിംഗാണ് സഞ്ജു നടത്തിയത്. ഒരു സിക്സും ഒരു ഫോറും പറത്തി 4 പന്തുകൾ ബാക്കി നിൽക്കെ സഞ്ജു ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു. 97 റൺസുമായി പുറത്താവാതെ സഞ്ജു ക്രീസിൽ തുടർന്നു.
സഞ്ജുവിന്റെ ഈ മിന്നും പ്രകടനം ഇന്ത്യയ്ക്ക് വിജയം സമ്മാനിച്ചു എന്നതിലുപരി വെർച്വൽ നോക്കൌട്ട് പോലൊരു വലിയ സമ്മർദ്ദ മത്സരത്തിൽ പോലും ശാന്തമായി കളിച്ച് മികച്ച പ്രകടനം പുറത്തെടുക്കാനുള്ള സഞ്ജുവിന്റെ കഴിവ് വിളിച്ചോതുന്നതായിരുന്നു. 12 ഫോറുകളും 4 സിക്സറുകളും ഉൾപ്പെട്ട സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സ് ഇന്ത്യയെ സെമിഫൈനലിലേക്ക് നയിച്ച അതിഗംഭീര പ്രകടനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. സമ്മർദ്ദ മത്സരങ്ങളിൽ വ്യക്തിഗത മികവിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് സഞ്ജുവിന്റെ ഈ നിർണായക ഷോട്ടുകൾ തെളിയിച്ചു. വെസ്റ്റ് ഇൻഡീസിനെതിരെ തകർപ്പൻ വിജയം നേടിയതോടെ ഇന്ത്യ 2026-ലെ ICC പുരുഷ T20 ലോകകപ്പിന്റെ സെമിഫൈനലിലേക്ക് യോഗ്യത ഉറപ്പിച്ചു. രണ്ടാം സെമിഫൈനലിൽ ഇന്ത്യയ്ക്ക് എതിരാളി ഇംഗ്ലണ്ടാണ്. മാർച്ച് 5-ന് മുംബൈയിലെ വാങ്ഡെ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. ക്രിക്കറ്റിലെ ഈ രണ്ട് വമ്പന്മാർ തമ്മിൽ മുമ്പ് നടന്ന തീപാറുന്ന മത്സരങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു റീമാച്ചിനാണ് ഇത് കളമൊരുക്കുന്നത്. ആദ്യ സെമിഫൈനലിൽ മാർച്ച് 4-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡിനെ നേരിടും. ഈ രണ്ട് സെമിഫൈനൽ മത്സരങ്ങളിലും ജയിക്കുന്ന ടീമുകൾ മാർച്ച് 8-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിന്റെ ഫൈനലിൽ ഏറ്റുമുട്ടും. 2026-ലെ ICC പുരുഷ T20 ലോകകപ്പ് ഇന്ത്യയും ശ്രീലങ്കയും ചേർന്നാണ് നടത്തുന്നത്. 8 വേദികളിലായി നടക്കുന്ന 55 മത്സരങ്ങളിൽ 20 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ടൂർണമെന്റ് ഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ഘട്ടം, സൂപ്പർ 8, അതിനുശേഷം 2 സെമിഫൈനലുകളും ഫൈനലും ഉൾപ്പെടുന്ന നോക്കൌട്ട് ഘട്ടം എന്നിങ്ങനെയാണ് ഇത് മുന്നോട്ടു പോകുന്നത്. ശക്തമായ ഫോമും മികച്ച പ്രകടനവും കാഴ്ചവെച്ചാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ചും വെർച്വൽ ക്വാർട്ടർ ഫൈനലിൽ സഞ്ജു സാംസൺ കാഴ്ചവെച്ച തകർപ്പൻ പ്രകടനം എടുത്തുപറയേണ്ടതാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഈ സെമിഫൈനൽ മറ്റൊരു തീവ്രപോരാട്ടത്തിന് കളമൊരുക്കും. കാരണം തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടർന്നുകൊണ്ട് T20 ലോകകപ്പ് കിരീടം നേടാനാണ് ഇന്ത്യയുടെ ശ്രമം. ടൂർണമെന്റിന്റെ ആവേശകരമായ അന്ത്യത്തിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യൻ സ്റ്റേഡിയങ്ങളിൽ വെച്ച് മികച്ച ടീമുകൾ കിരീടത്തിനായി പോരാടാനൊരുങ്ങുകയാണ്. ടൂർണമെന്റ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഓരോ മത്സരത്തിന്റെയും തന്ത്രപരമായ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കും.